ആശുപത്രികളിൽ രക്തക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പുമായി ഡിവൈഎഫ്ഐ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 20 ദിവസം തുടർച്ചയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തം ദാനം ചെയ്യും. വേനൽ കടുത്തതോടെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ആശുപത്രികളിൽ രക്തക്ഷാമം രൂക്ഷമാകുകയും ചെയ്തതോടെയാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മെയ് 6 മുതൽ തുടർച്ചയായി 20 ദിവസം 30 ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീതം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മെഗാ രക്തദാന ക്യാമ്പിലൂടെ രക്തം നൽകും. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിന്റെ നേതൃത്വത്തിൽ ആദ്യ ദിനം രക്തദാനം നടത്തി. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ജില്ലയിലെ 2 ബ്ലഡ് ബാങ്കുകളിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കൂടെ ജില്ലാ ആശുപത്രിയിലും മാസത്തിൽ 3 തവണ വീതം ക്യാമ്പ് തുടർച്ചയായി സംഘടിപ്പിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്, ആരോഗ്യപരമായ പ്രയാസങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ഇവിടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത്. 20 ദിവസക്കാലം തുടർച്ചയായി ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 30 പേരെയെങ്കിലും എത്തിച്ച് രക്തം ദാനം ചെയ്യാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ജില്ലാ ആശുപത്രിയിലെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെയും രക്തബാങ്കുകളിൽ നിലവിൽ പ്രതിമാസം 3 വീതം ക്യാമ്പുകൾ നടത്തി 300 യൂണിറ്റിലധികം രക്തം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകി വരുന്നുണ്ട്. ഇതിനു പുറമെയാണ് മെഗാ രക്തദാന ക്യാമ്പ് കൂടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡിൻ്റെ ഒരു ക്ഷാമം കുറച്ച് നാളുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം പുറത്തിലെ ക്യാമ്പുകൾ നടക്കുന്നത് കുറവാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വളരെ സീരിയസ് ആയ രോഗികൾ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ബ്ലഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ വലിയൊരു രീതിയിലേക്ക് ചികിത്സക്ക് പ്രത്യേകിച്ച് ലേബർ പോലുള്ള കേസുകളൊക്കെ വരുമ്പോൾ രക്തമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, നീലേശ്വരം, വെള്ളേരി, കാഞ്ഞങ്ങാട്, പനത്തടി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ മെഗാ രക്തദാന ക്യാമ്പിലൂടെ രക്തദാനം ചെയ്യും. കൈരളി ന്യൂസ്, കാസർഗോഡ്.